ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയായിട്ടുള്ള അടുപ്പം മൂലം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. രാജീവ് ഗാന്ധിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എഴുതി കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. കൂടാതെ അദ്ദേഹം നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വതന്ത്രമായി വലിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഈ കഴിഞ്ഞ അടുത്തിടെ വിഷൻ 2031 എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് മണിശങ്കർ അയ്യരെ തന്നെ വിളിച്ചു വരുത്തുകയും ആ മണിശങ്കർ അയ്യർ ഈ അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുമെന്നും LDFൻ്റെ ഭരണം തുടരുമെന്നും കൂടാതെ അദ്ദേഹം യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധിക്ക് വിഭാവനം ചെയ്തിട്ടുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി അധികാര വികേന്ദ്രീകരണം നടന്ന പദ്ധതിയൊക്കെ ഏറ്റവും സുന്ദരമായി കേരളത്തിൽ നടപ്പിലാക്കിയത് ഈ LDF ആണെന്നും അതുപോലെ CPM ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ പുകഴ്ത്തലുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത് അൺബിലീവബിൾ, വിശ്വസിക്കാൻ കഴിയാത്തത്ര വലിയ നേട്ടങ്ങളാണ് LDF ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു LDFൻ്റേത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം നാഷണൽ ലെവലിൽ ഇപ്പോൾ അദ്ദേഹം അതിന് ശേഷം NDTVക്കും അതുപോലെ News 18നും ഒക്കെ തന്നെ അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നാഷണൽ ലെവലിൽ പോലുമുള്ള ഒരു ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇത് കാണുമ്പോൾ, കേരളീയരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവർ ബാംഗ്ലൂരും ഹൈദരാബാദും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ കാണുമ്പോൾ മണിശങ്കർ അയ്യരെ പോലെ ഒരു കോൺഗ്രസിൻ്റെ പഴയ ലീഡർ പോലും ഇത്തരത്തിലുള്ള വലിയ നല്ല അഭിപ്രായം പിണറായി വിജയനെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത് തോന്നലുണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി മണിശങ്കർ അയ്യർ എന്ന് പറയുന്നത് ഇപ്പം അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രമേശ് ചെന്നിത്തല അടക്കം നിരവധി ആളുകൾ പറയുന്നത്. രമേശ് ചെന്നിത്തല പറയുന്നത് ഈ പ്രോഗ്രാമിലേക്ക് മണിശങ്കർ അയ്യരെ ക്ഷണിച്ചതിൻ്റെ ഒരു പ്രത്യുപകാരം എന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ മണിശങ്കർ അയ്യർ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ്. ഏതാണ്ട് 10-17 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസ്സുമായിട്ട് വലിയ ബന്ധമില്ല. പലപ്പോഴും അദ്ദേഹം രാഹുൽ ഗാന്ധിയും അതുപോലെ സോണിയാഗാന്ധി പോലെയുള്ള ആളുകളോടൊന്നും യോജിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത ഒരാളായിരുന്നു. താൽക്കാലികമായി അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് പ്രവർത്തക സമിതിയിലേക്കൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നിന്ന് പോലും അദ്ദേഹം പുറത്തേക്ക് പോയി. അതുകൊണ്ട് കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് കേൾക്കാൻ കഴിയില്ലെങ്കിലും ഒരു പഴയ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലക്കും കുറേ കാര്യങ്ങളെ കുറച്ചുകൂടി വിശദമായി പഠിക്കുന്ന ഒരാളെന്നുള്ള നിലക്കും ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ വകുപ്പിൻ്റെ വികേന്ദ്രീകരണത്തെക്കുറിച്ചും അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചൊക്കെ വലിയ കാഴ്ചപ്പാട് ഉണ്ട് എന്ന് പറയുന്ന ഒരാളുടെ വാക്കുകൾ എന്നുള്ള നിലക്കൊക്കെ ഈ മണിശങ്കർ അയ്യരുടെ വാക്കുകൾ CPMനും LDFനും ഒക്കെ നേട്ടമാവുകയും അതിവർക്കൊരു അലവസരം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ഇനി ഇദ്ദേഹം ഇതിപ്പോൾ മാത്രമല്ല കേട്ടോ മണിശങ്കർ അയ്യർ ഇങ്ങനെ സംസാരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വളരെ വലിയ തോതിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനകൾ പലതും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2014 ഒരു കാരണവശാലും നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നും പകരം അധികാരത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ വേണമെങ്കിൽ വന്ന് ചായ വെക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയപ്പോൾ ആ ചായ വെക്കാം എന്ന് പറഞ്ഞ പരാമർശങ്ങൾ നടത്തിയപ്പോൾ അത് ചായ് പേ ചർച്ച എന്ന് പറയുന്നൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ചായക്കടക്കാരനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയുള്ള വലിയ പ്രചരണങ്ങൾക്കാണ് അത് പ്രശാന്ത് കിഷോറൊക്കെ തന്നെ തുടക്കമിട്ടത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും പല കാര്യങ്ങളും ഒക്കെ തന്നെ സ്വതന്ത്രമായ അഭിപ്രായമുള്ള ഒരാളാണ് മണിശങ്കർ അയ്യർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മറ്റു പല നിരവധി വിവാദമാകുന്ന പ്രസ്താവനകളും ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിസ്മരിക്കരുത്. പക്ഷെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ കാണിച്ചിട്ടുള്ള ഒരു PR ബുദ്ധി എന്തായാലും വലിയ തോതിൽ നമ്മൾ ശ്ലാഘിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം തൊട്ടപ്പുറത്ത് നമ്മുടെ VS ഓപ്പൻ നിന്നിട്ടുള്ള സുരേഷും അതുപോലെ തന്നെ പ്രേംകുമാറും അതുപോലെ ഐഷ പോറ്റിയും അടക്കമുള്ള നിരവധി ആളുകളെ വരുത്തിക്കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് UDFും അതുപോലെ തന്നെ VD സതീശനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഇത്തരത്തിലുള്ള നാഷണൽ വിസ്മയങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി CPMും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ടൊന്നും തീരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയും തീർച്ചയായിട്ടും മറ്റുള്ള വരാനിരിക്കുന്ന വിസ്മയങ്ങൾ കൂടിയുണ്ട്. അത് രണ്ട് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിസ്മയങ്ങളൊക്കെ തന്നെ തലവേദനയായി തീരാനാണ് വഴി. കാരണം കോൺഗ്രസിൽ തന്നെ സീറ്റ് മോഹികളായിട്ടുള്ള നിരവധി പേരുള്ളപ്പോൾ
ഇത്ര നാളും വെള്ളം കോരിയവനും വിറക് പൊട്ടിയവനും ഒന്നും സീറ്റില്ല, പകരം പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനകത്തൊക്കെ തന്നെ വലിയ കലാപമായി തീരും. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനകത്ത് നിന്നുള്ള ഏതെങ്കിലും വിസ്മയങ്ങൾ സംഘടിപ്പിക്കണമെന്ന് CPM വിചാരിച്ചാൽ നിരവധി വിസ്മയങ്ങൾ ഇപ്പുറത്തേക്ക് കിട്ടും എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഡാമേജ് ആണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതേസമയം CPM അങ്ങനെയല്ല. ഇപ്പോൾ PSET കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആരും തന്നെ എതിർക്കില്ല. അത്തരത്തിൽ CPM പെട്ടെന്ന് തന്നെ ആളുകളെ സെലക്ട് ചെയ്യുകയും സ്ഥാനാർത്ഥികളാക്കുകയും അവരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കേഡർ സിസ്റ്റം പ്രകാരം ബാക്കിയുള്ള എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യും എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. അതുകൊണ്ട് മണിശങ്കർ അയ്യരെ പോലെയുള്ള നിരവധി വിസ്മയങ്ങൾക്കായി കേരളീയ രാഷ്ട്രീയം ഇനിയും കാത്തിരിക്കുന്നു.